ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് വിജയ് ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യസഭ. സബ്കാ ബീമ സബ്കി രക്ഷാ ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യ അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജോർദാൻ ബിസിനസ് ഫോറത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പഹൽഗാം ഭീകരാക്രമണ കേസിൽ 7 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ദേശീയ അന്വേഷണ ഏജൻസി. കേരളത്തിൽ SIRന്റെ ഭാഗമായി വീടുതോറുമുള്ള വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 4 സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനത്തിന്റെ 12ാം ദിവസമായ ഇന്ന് പാർലമെന്റിൽ നടപടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് വിജയ് ദിവസിൽ രാജ്യസഭ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സബ്കാ ബീമ സബ്കി രക്ഷാ ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഗ്രാമീണ മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇന്നും തുടരും. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 പകരമായാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബിൽ അവതരിപ്പിച്ചത്. വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത തൊഴിൽ ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഗ്രാമീണ കുടുംബങ്ങളിലെ മുതിർന്ന അംഗങ്ങൾക്ക് 125 ദിവസത്തെ വേതന തൊഴിൽ ഈ പദ്ധതി ഉറപ്പു നൽകുന്നു. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങളും സുസ്ഥിരമായ അടിസ്ഥാന സൌകര്യങ്ങളും സൃഷ്ടിക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക, മികച്ച വേതനം എന്നിവയാണ് പുതിയ ബില്ലിന്റെ ലക്ഷ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒരാഴ്ചത്തെ കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ആദി ജഗദ്ഗുരു ശ്രീ ശിവരാത്രേശ്വര ശിവയോഗി മഹാസ്വാമിജിയുടെ 1066ാമത് ജയന്തി ആഘോഷങ്ങൾ രാഷ്ട്രപതി കർണാടകയിൽ ഉദ്ഘാടനം ചെയ്യും. നാളെ തമിഴ്നാട് വെല്ലൂർ സുവർണക്ഷേത്രം സന്ദർശിക്കുന്ന രാഷ്ട്രപതി പിന്നീട് ശൈത്യകാല വാസത്തിനായി സെക്കന്ദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിലെത്തും. വെള്ളിയാഴ്ച ഹൈദരാബാദിൽ തെലങ്കാന PSC അധ്യക്ഷന്മാർക്കായി നടക്കുന്ന ദേശീയ സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജോർദാൻ ബിസിനസ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ രാജ്യമാണ് ജോർദാനെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ജോർദാൻ സന്ദർശനം രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകൾക്ക് ഏറെ ഗുണകരമായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ജോർദാൻ പിന്തുണ അറിയിച്ചതായും മന്ത്രാലയ സെക്രട്ടറി നീന മൽഹോത്ര വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. This visit is very significant as this full-fledged bilateral visit is taking place after a long span of 37 years. As you are aware, this visit also coincides with the 75th anniversary of establishment of bilateral relations between our two countries. The Jordan side conveyed their support for India's fight against terrorism and condemned terrorism in all its forms and manifestations. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം എഥോപ്യയിലെത്തും. 2 ദിവസത്തെ സന്ദർശനത്തിൽ നൊബേൽ സമ്മാന ജേതാവായ എഥോപ്യൻ പ്രധാനമന്ത്രി അബിയ് അഹമ്മദ് അലിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. എഥോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ 3ാം പാദത്തിൽ പ്രധാനമന്ത്രി ഒമാനിലെത്തും. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയത്തിന്റെ ഓർമ്മയിൽ രാജ്യം ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കുന്നു. ഈ യുദ്ധത്തിന്റെ പരിസമാപ്തിയിലാണ് ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പഹൽഗാമിൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ജമ്മുവിലെ പ്രത്യേക NIA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബ, അനുബന്ധ സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നിവയിൽ ഉൾപ്പെട്ട 7 പേരെ പ്രതിചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് NIA പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഈ വർഷം നവംബറിൽ 4.7% കുറഞ്ഞതായി കേന്ദ്ര സർക്കാർ. സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് കണക്കുകൾ പുറത്തുവിട്ടത്. ഏപ്രിൽ മാസത്തിന് ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും താഴ്ന്ന തൊഴിലില്ലായ്മ നിരക്കാണിത്. ഗ്രാമീണ മേഖലയിൽ 3.9%, നഗരപ്രദേശങ്ങളിൽ 6.5% എന്ന നിരക്കിലാണ് കുറവ് രേഖപ്പെടുത്തിയതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ SIRന്റെ ഭാഗമായി വീട് തോറുമുള്ള വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ 99.84% ഇതുവരെ ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. പൂരിപ്പിച്ച ഫോമുകൾ എത്രയും വേഗം BLOമാരെ തിരികെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ. എന്നാൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേകം തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മലപ്പുറം ജില്ലയിലെ മുത്തേടം, എറണാകുളം, പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തുകളിൽ പൂർണ്ണമായും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഈ മാസം 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച 19 സിനിമകളിൽ 4 എണ്ണത്തിന് പ്രദർശനാനുമതി നൽകി. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയമാണ് അനുമതി നൽകിയത്. ബീഫ്, വൺസ് അപ്പ് ഓൺ എ ടൈം ഇൻ ഗാസ, ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക്, ഹാർട്ട് ഓഫ് ദി വോൾഫ് എന്നീ ചിത്രങ്ങൾക്കാണ് അനുമതി ലഭിച്ചത്. ഇന്ത്യ മാലദ്വീപ് സംയുക്ത സൈനിക അഭ്യാസ പ്രകടനത്തിന് തിരുവനന്തപുരത്ത് സമാപനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. കലാപങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും നേരിടുന്നതിന് ഊന്നൽ നൽകിയുള്ള തീവ്ര പരിശീലനമാണ് ഇന്ത്യ മാലദ്വീപ് സംയുക്ത സൈനിക അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി പ്രധാനമായും നടന്നത്. വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടങ്ങളിൽ അതിവേഗം തീരുമാനങ്ങൾ കൈക്കൊണ്ട നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള പ്രത്യേക പരിശീലനവും ഇതിന്റെ ഭാഗമായിരുന്നു. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാനും നിർവീര്യമാക്കാനും മാലദ്വീപ് സൈനികർക്ക് പ്രായോഗിക പരിശീലനവും നൽകി. ഇന്ത്യ മഹാസമുദ്ര മേഖലയിൽ സൈനിക സഹകരണം ശക്തിപ്പെടുത്താനും പ്രാദേശിക സുരക്ഷ വർദ്ധിപ്പിക്കാനും സംയുക്ത അഭ്യാസ പരിപാടി സഹായകമാകുമെന്നും പ്രതിരോധ മന്ത്രാലയം വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ ലഖ്നൌവിലെ ഏകന സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. പരമ്പരയിലെ ഫൈനൽ മത്സരം ഈ മാസം 19-ന് അഹമ്മദാബാദിൽ നടക്കും. ഡൽഹിയിൽ കനത്ത പുകമഞ്ഞിനെ തുടർന്ന് ട്രെയിൻ, വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. ഡൽഹിയിലെ വായു ഗുണനിലവാരത്തിൽ നേരിയ പുരോഗതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കനുസരിച്ച് വായു ഗുണനിലവാര സൂചികയിൽ 381 രേഖപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യത്തെ ഇന്ത്യ നിശിതമായി വിമർശിച്ചു. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിൽ അടച്ചതിനും പാകിസ്ഥാൻ പുതുതായി കൊണ്ടുവന്ന 27ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സായുധസേനയെ ഭരണഘടന അട്ടിമറിക്ക് അനുവദിച്ചതിനെയും തുടർന്നാണ് വിമർശനം. സുരക്ഷാ കൌൺസിലിലെ തുറന്ന ചർച്ചയ്ക്കിടെ പാകിസ്ഥാന്റെ ജനാധിപത്യ പ്രതിസന്ധിയെക്കുറിച്ച് പരാമർശിക്കവേ യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷാണ് വിമർശനമുന്നയിച്ചത്. ജമ്മു കശ്മീരിനെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ ഇന്ത്യ നിരാകരിക്കുന്നതിന്റെ ഭാഗമായിരുന്നു പരാമർശങ്ങൾ. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ലോകാരോഗ്യ സംഘടനയുടെ 2ാമത്തെ ആഗോള ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും ശാസ്ത്ര പ്രയോഗങ്ങളിലെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്ന വിഷയത്തിലാണ് ഉച്ചകോടി. 2026 ഹജ്ജ് തീർത്ഥാടനത്തിനായി വളരെ നേരത്തെ തന്നെ അപേക്ഷിക്കാനും അംഗീകൃത സംഘാടകരെ തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം. അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കുന്നതിനായി അടുത്ത മാസം 15-ന് മുൻപായി ബുക്കിംഗ് പൂർത്തിയാക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി നടപ്പിലാക്കുന്നതിനും ഗ്ലോബൽ സൌത്തിനായി പ്രവർത്തിക്കുന്നതിനും ഇന്ത്യയും UAEയും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് വിജയ് ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യസഭ. സബ്കാ ബീമ സബ്കി രക്ഷാ ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യ അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജോർദാൻ ബിസിനസ് ഫോറത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പഹൽഗാം ഭീകരാക്രമണ കേസിൽ 7 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച ദേശീയ അന്വേഷണ ഏജൻസി. കേരളത്തിൽ SIRന്റെ ഭാഗമായി വീട് തോറുമുള്ള വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 4 സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.